CITU നേതൃത്വത്തിലുള്ള കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ വടക്കൻ മേഖലാ ജാഥയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി. കയറ്റിയിറക്ക് തൊഴിൽ കാത്തിടാൻ എന്ന മുദ്രാവാക്യവുമായാണ് ജാഥ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുന്നത്. യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ രാമു ക്യാപ്റ്റനായ വടക്കൻ മേഖലാ ജാഥയാണ് പാലക്കാട് എത്തിയത്. KP രാജൻ, K മോഹനൻ, K രാമദാസ്, C നാസർ, MB ഫൈസൽ, KR അജയ് എന്നിവർ ജാഥ അംഗങ്ങളാണ്. പാലക്കാട് നൽകിയ സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ ആർ രാമു ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ചുമട് തൊഴിലാളികളെയും കുടുംബത്തെയും സംരക്ഷിക്കണമെന്നതാണ് ഈ ജാഥയിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഉള്ളടക്കം. ഈ തൊഴിലാളികളെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ ആ അറ്റം വരെ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുമട്ടുതൊഴിലാളികളുടെ ജീവിതം മാത്രമല്ല, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം തൊഴിൽ സംരക്ഷണമാണ്. എല്ലാ തൊഴിലും തൊഴിൽ സംരക്ഷണം ഏറ്റവും വലിയ പ്രയാസം. കാരണം ഈ രാജ്യത്ത് ഭരിക്കുന്ന RSSന്റെ രാഷ്ട്രീയ നിലപാട് ഒറ്റ ആളിന് സ്ഥിരമായി ജോലിയും കൂലിയും വേണ്ട എന്നാ പറഞ്ഞിരിക്കുന്നവർ. ഒറ്റ ആളിനും സ്ഥിരമായി ജോലിയും കൂലിയും വേണ്ട. മറ്റെന്താ കരാറടിസ്ഥാനത്തിൽ മാത്രം. എന്തിനാ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ. ഇപ്പം മൂന്നാമത് വട്ടം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ആ 10+9 മാസം പിന്നിടുന്നു. ഇത്രയും നാള് കൃത്യതയോടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഏക കാര്യം ഇന്ത്യയിലെ കൂത്തക കോർപ്പറേറ്റുകളെ സഹായിച്ചാണ്. അടിച്ചും ഒഴുത്തു നിന്നിട്ടുണ്ട് കോർപ്പറേറ്റുകൾ. ഒറ്റ കാര്യമില്ല ഏതെങ്കിലും നടത്തിയിട്ടുണ്ടോ? പിന്നെ ഒന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി എന്ന് പറയാം. അതിനാണ് വോട്ട് ചോദിച്ചത്. മറ്റെന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ 10 വർഷം മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നരേന്ദ്രമോദിയുടെ പാർട്ടി 10 വർഷം മുന്നേ BJP ഈ രാജ്യത്തോടായി അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10-15 കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ അതിമനോഹരമാണ്. ആ വാഗ്ദാനങ്ങൾ വായിക്കുന്ന ഏതൊരാളും BJP വോട്ട് ചെയ്തു പോകും. സ്വദേശി ജാഗരൺ മഞ്ച്. പിന്നെ നമുക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു. അസംഘടിത മേഖലയിലെ 52 കോടി തൊഴിലാളികളുടെ ജീവിതം, അവനാഗ്രഹിക്കുന്ന ജീവിതം ഒരു സംശയം വേണ്ടെന്നാണ് പറഞ്ഞത്. ഡോക്ടർ സ്വാമിനാഥൻ റിപ്പോർട്ട്. ഇന്ത്യ വാർഷിക രാജ്യമാണ്. ഇന്ത്യയിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന കൊടിയ ദുരന്തങ്ങൾക്ക് പരിഹാരം. അതുകൊണ്ട് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. ഇതിനപ്പുറം എന്താ വേണ്ടത് നിങ്ങൾക്ക്?